വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റുകൾ എങ്ങനെ എടുക്കാമെന്നാണ് ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റിൻ്റെ പ്രാധാന്യം വിവരിക്കാനും സ്ട്രാപ്പ് മെഷർമെൻറ്റുകൾ വിശദീകരിക്കാനും വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റുകൾ എടുക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ബോഡി ഫിഗറിൻ്റെ മുകളിൽ നിന്ന് ബേസ് വരെയാണ് വെർട്ടിക്കൽ മെഷർമെൻറ്റുകൾ അളക്കുന്നത്. പൊതുവെ ബാക്ക് ഷോൾഡറിന്റെ മധ്യഭാഗം തൊട്ട് ഷോൾഡർ ബേസിലൂടെ താഴെ വേസ്റ്റ് ലൈൻ ലെവൽ വരെയാണ് ഇത് കണക്കാക്കുക. വേസ്റ്റ് ലെങ്ത്, സൈഡ് ലെങ്ത്, സ്ലീവ് ലെങ്ത് മുതലായവ ഉദാഹരണങ്ങളാണ്. സ്ത്രീകളിലെ ചില പ്രധാന വെർട്ടിക്കൽ ബോഡി മെഷർമെന്റുകൾ നോക്കാം. ഫ്രണ്ട് വേസ്റ്റ് ലെങ്ത്, തോളിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റായ കഴുത്ത് മുതൽ വേസ്റ്റ് വരെ അളക്കാം. ബാക്ക് വേസ്റ്റ് ലെങ്ത്, കഴുത്തിന്റെ വേസിലെ പ്രധാന അസ്ഥി മുതൽ വേസ്റ്റ് വരെ അളക്കുക. വേസ്റ്റ് മുതൽ ഹിപ്പ് വരെ, വേസ്റ്റ് മുതൽ ഹിപ്പ് ലൈൻ വരെ അളക്കുക. ക്രോച്ചിന്റെ ലെങ്ത്, പിറകിലെ വേസ്റ്റ് ലൈൻ മുതൽ താഴേക്ക് കാലിലൂടെ മുൻ വേസ്റ്റ് ലൈൻ വരെ അളക്കുക. കാലുകൾക്കിടയിലുള്ള ഒരു മിഡ് പോയിന്റിൽ നിന്ന് ഫ്രണ്ട്, ബാക്ക്, ക്രോച്ച് എന്നിങ്ങനെ ഇത് വിഭജിക്കാം. ക്രോച്ച് ഡെപ്ത്, ഇരുന്നു കൊണ്ട് വേണം ഈ അളവെടുക്കാൻ. കൃത്യമായി ഉറപ്പിച്ച ഒരു കസേരയിലിരുന്ന് കാൽപാദങ്ങൾ തറയിൽ വെച്ച് കസേരയുടെ സീറ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് അളക്കുക. സ്ലീവ് ലെങ്ത്, കൈകൾ ഹിപ്പിൽ വെച്ച് ഷോൾഡറിൽ നിന്ന് എൽബോ വരെ അളക്കുക. തുടർന്ന് താഴേക്ക് റിസ്റ്റ് വരെ അളക്കുക. സ്കേർട്ട് ലെങ്ത്, വേസ്റ്റ് മുതൽ ആവശ്യമുള്ള സ്കേർട്ട് ലെങ്ത് വരെ പിന്നിലേക്ക് അളക്കുക. ട്രൗസർ ലെങ്ത്, വേസ്റ്റ് മുതൽ ആംഗിൾ വരെ കാലിന്റെ സൈഡിലൂടെ അളക്കുക. ശാരീരിക ഉയരവും ആകൃതിയും ഓരോരുത്തർക്കും വ്യക്തിഗതമായിരിക്കും. ഉയരം കൂടിയതും കുറഞ്ഞതും തടിയുള്ളതുമായ വ്യക്തികൾക്ക് മാതൃകാ അനുപാതം യോജിക്കണമെന്നില്ല. വസ്ത്രങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വസ്ത്രത്തിന്റെ ആകൃതി ശരീരത്തിന്റെ ആകൃതിയോട് പരമാവധി ഇണങ്ങുന്നതാവണം. പുരുഷന്മാരുടെ വെർട്ടിക്കൽ മെഷർമെന്റുകൾ എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നാച്ചുറൽ വേസ്റ്റ്, പിറം കഴുത്ത് മുതൽ വേസ്റ്റ് വരെ പുറകിലൂടെ അളക്കാം. ഫുൾ ലെങ്ത്, വസ്ത്രത്തിന് ആകർഷകമായ നീളം ലഭിക്കാൻ നെക്ക് പോയിന്റ് മുതൽ വേസ്റ്റ് വരെ അളക്കുക. സ്ലീവ് ലെങ്ത്, ആഗ്രഹം അനുസരിച്ച് ഷോൾഡർ എൻഡ് മുതൽ സ്ലീവ് ലെങ്ത് അളക്കാം. ഫുൾ ലെങ്ത്തിന് കൈമടക്കി വെക്കണം. ബസ്റ്റ് അല്ലെങ്കിൽ ചെസ്റ്റ് ലെവൽ, നെക്ക് ലൈനിന് നേരെയുള്ള നെക്ക് പോയിന്റ് മുതൽ ബസ്റ്റ് വരെ അളക്കുക. ലഗ് ലെങ്ത് അഥവാ സൈഡ് ലെങ്ത്, വേസ്റ്റ് മുതൽ കണങ്കാൽ വരെയുള്ള അല്ലെങ്കിൽ ഗാർമെന്റിന്റെ ആവശ്യമുള്ള നീളം, കാലിന്റെ പുറം നീളം അളക്കുക. ഇന്നർ ലെഗ് ലെങ്ത്, ഫോർക്ക് മുതൽ കണങ്കാൽ വരെ അല്ലെങ്കിൽ കാലിന്റെ നീളം അളക്കുക. ശരീരത്തിന്റെ ഉയർച്ച. നീ ലെങ്ത്, ശരീരത്തിന്റെ സൈഡിലൂടെ വേസ്റ്റ് മുതൽ കാൽമുട്ട് വരെ അളക്കുക. ബോഡി റൈസ്, ശരീരത്തിന്റെ സൈഡിലൂടെ വേസ്റ്റ് മുതൽ സീറ്റ് ലൈൻ വരെ അളക്കുക. കഴുത്തിൽ അല്ലെങ്കിൽ ഷോൾഡറിന്റെ കോർണറിൽ കഴുത്തും തോളും ചേരുന്നിടത്ത് ഷോൾഡർ സീം. ഇതിൽ നിന്ന് ബസ്റ്റിനെ ചുറ്റി സൈഡ് വേസ്റ്റ് വരെയാണ് സ്ട്രാപ്പ് മെഷർമെന്റ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ചില ടാസ്കുകൾ ചെയ്യാം. ഇതിനായി നിങ്ങളുടെ കൈവശം മെഷറിംഗ് ടേപ്പ്, ഡ്രസ് ഫോം, പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്ക്, പെൻസിൽ അല്ലെങ്കിൽ പേന എന്നിവ ആവശ്യമാണ്. വെർട്ടിക്കൽ മെഷർമെന്റുകൾ എടുക്കുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. സൈഡ് വ്യൂവിലൂടെ എടുക്കേണ്ട മെഷർമെന്റുകൾ ഇനി പറയാം. സൈഡ് ലെങ്ത്, ആം പ്ലേറ്റിന് താഴെ സൈഡ് സീം മുതൽ വേസ്റ്റ് വരെ പിന്നടയാളം നൽകുക. സൈഡ് ഹിപ്പ് ഡെപ്ത്, സൈഡ് വേസ്റ്റ് മുതൽ HBL വരെ അളക്കുക. ബസ്റ്റ് റേഡിയസ്, ബസ്റ്റ് മൗണ്ടിന്റെ കീഴിൽ അവസാനിക്കുന്ന ബസ്റ്റ് പോയിന്റിൽ നിന്നും അളക്കുക. മുന്നിലും പിന്നിന്നുമായി എടുക്കേണ്ട അളവുകൾ ഇവയാണ്. സെൻട്രൽ ലെങ്ത്, കഴുത്ത് മുതൽ അരക്കെട്ട് വരെ എടുക്കുക, അതായത് ബസ്റ്റ് ബ്രിഡ്ജിന് മുകളിലൂടെ. ഫുൾ ലെങ്ത്, സെൻട്രൽ ലൈനിന് സമാന്തരമായി വേസ്റ്റിൽ നിന്ന് ഷോൾഡർ വരെ കഴുത്തിന് നേരെ അളക്കുക. ഷോൾഡർ സ്ലോപ്പ്, വേസ്റ്റിന് നേരെ സെൻട്രൽ ലൈനിൽ നിന്ന് ഷോൾഡറിന്റെ അറ്റം വരെ അളക്കുക, അഥവാ പിൻ ഹെഡ് മാർക്ക്. ബസ്റ്റ് ഡെപ്ത്, ഷോൾഡറിന്റെ അറ്റം മുതൽ ബസ്റ്റ് പോയിന്റിലും ബസ്റ്റ് റേഡിയൻസും വരെ അളക്കുക. സ്ട്രാപ്പ് മെഷർമെന്റ് എടുക്കുക എന്നതാണ് രണ്ടാമത്തെ ടാസ്ക്. സ്ട്രാപ്പ് ഫ്രണ്ട്, ഷോൾഡർ അല്ലെങ്കിൽ കഴുത്തിന്റെ മെഷർമെന്റ് ടേപ്പിന്റെ ലോഹ അഗ്രം വെക്കുക. ആംഹോൾ പ്ലേറ്റിന് താഴെയുള്ള പിൻ ഹെഡ് മാർക്ക് വരെ അളക്കുക.
കഴുത്ത് മുതൽ ആം ഹോൾ വരെ ടേപ്പിന്റെ അതേ സൈഡിൽ അളവുകൾ എടുക്കുക. വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റുകൾ എങ്ങനെ എടുക്കാം എന്ന ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാനും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റുകളുടെ പ്രാധാന്യം വിവരിക്കാനും സ്ട്രാപ്പ് മെഷർമെൻറ്റ് വിശദീകരിക്കാനും വെർട്ടിക്കൽ സ്ട്രാപ്പ് മെഷർമെൻറ്റുകൾ എടുക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ ലിസ്റ്റ് ചെയ്യുമെന്നും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു.